ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നേ വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായ മാങ്ങ കൊണ്ടും ബിസ്ക്കറ്റും വെച്ചിട്ടേ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടോ. നിങ്ങൾ മാങ്ങൻ്റെ സീസണാണല്ലോ, മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ബ്രെഡ് വെച്ചിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെച്ചുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഗേസ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫൈനലാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കണത് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചിട്ടേ, കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഉണ്ടാക്കണത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഒരു പ്ലേറ്റിക്ക് കമിഴ്ത്തി എടുത്തിട്ട് അല്ലേ, നല്ലൊരു സോഫ്റ്റാട്ടോ, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. വായിലിട്ടാൽ അരിഞ്ഞു പോകും. ഞാൻ വെറുതെ പറഞ്ഞത്. ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കും അല്ലേ. ഞാൻ അങ്ങനത്തെ ഒരു പാത്രത്തിലാട്ടോ, കേക്കിൻ്റെ ടിന്നിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എയിലും ആണെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതിലാണ് സെറ്റ് ചെയ്തത്. ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടാണിത് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മാങ്ങൻ്റെ സീസണാകൊണ്ട് നമുക്ക് മാങ്ങ കൊണ്ട് പുഡിങ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ അതിനായിട്ടേ 2 മാങ്ങയൊക്കെ എടുത്തിട്ട്, ഇങ്ങനത്തെ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നമുക്കതിൻ്റെ കഴമ്പൊക്കെ ഒന്ന് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ജ്യൂസ് അടിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ കഴമ്പൊക്കെ എടുക്കാം. അതൊക്കെ നമുക്കൊരു പാത്രത്തേക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 മാങ്ങ കൊണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതൊക്കെ നമുക്കൊരു പാത്രത്തിൽ എടുക്കാം. മാങ്ങൻ്റെ കാലല്ലേ, മാങ്ങ കൊണ്ട് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം, മാങ്ങ കൊണ്ട് ഹലുവ ഉണ്ടാക്കാം, മാങ്ങ കൊണ്ട് പല ശർക്കര മാങ്ങ ഉണ്ടാക്കാം. മാങ്ങ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. പക്ഷേ പുഡിങ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോട് പറയാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. എല്ലാം കഴിച്ചോളും കുട്ടികൾ. ഇപ്പോൾ വേണ്ടാത്തൊന്നും നമ്മൾ ചേർക്കണില്ല. പാല്, പഞ്ചസാര, മാങ്ങ ഇത്രേ ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ നട്ട്സുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ നട്ട്സൊക്കെ കുട്ടികളെ വയറ്റിലാവും ചെയ്യും. അങ്ങനെ മാങ്ങൻ്റെ ഇതൊക്കെ നമുക്കൊന്ന് എടുക്കട്ടെ. മാങ്ങൻ്റെ പൾപ്പൊക്കെ ഒന്ന് എടുത്തിട്ടേ ഒരു മിക്സിയിൽ നമുക്ക് നന്നായി ജ്യൂസ് അടിച്ചെടുക്കാം. അങ്ങനെ കേസ് നമുക്ക് ആ മാങ്ങൻ്റെ കഷ്ണങ്ങൾ പൾപ്പൊക്കെ ആയി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടേ, ആദ്യം പാലൊഴിക്കാൻ പറ്റില്ല, പഞ്ചസാരയും മാങ്ങിയിട്ടിട്ട് ആദ്യം അടിച്ചെടുക്കണം കേട്ടോ. പാലൊഴിക്കുമ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടില്ല. ആദ്യം നിങ്ങൾ പഞ്ചസാരയും മാങ്ങിയിട്ടിട്ട് അടിച്ചാൽ പിന്നെ പാല് വരാം കേട്ടോ. നമുക്കത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു 3 ടീസ്പൂൺ പഞ്ചസാര, 4 ടീസ്പൂൺ പഞ്ചസാര വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരം നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ. മധുരം ഇല്ലെങ്കിൽ നിങ്ങൾ മധുരം ഇട്ട് കൊടുത്തോളിയും, വേറെ നോക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ 2 മാങ്ങയ്ക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി അടിച്ചെടുക്കാം മിക്സിയിൽ. ഇത് നല്ലോണം അരഞ്ഞ ശേഷം നമുക്ക്, ഞാൻ 1 ഗ്ലാസ് പാലാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൽ ആദ്യം 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കുക. മാങ്ങയും
മാങ്ങ അടിച്ചിട്ട് പിന്നെ നമുക്ക് ഇനി കോൺഫ്ലവർ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മാങ്ങയും പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് പകുതി പാലൊഴിച്ചിട്ട് നമുക്ക് ഈ മാങ്ങയും പഞ്ചസാരയും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ഒന്നുകൂടി മാങ്ങയും പഞ്ചസാരയും ആദ്യം അടിച്ചാൽ നല്ലോണം അരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പാൽ ഒഴിച്ചിട്ട് ഒന്നും അടിച്ചാൽ മതി. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ, നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവറും ബാക്കിയുള്ള പാലും കൂടി കൂട്ടിയിട്ട് ഒന്നുകൂടി അടിച്ചിടാം കേട്ടോ. ഈ ബാക്കിയുള്ള 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഈ 2 മാങ്ങയ്ക്കുള്ള അളവാണ് ഇപ്പോൾ ഞാനീ പറയണത്. 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് അതും ഒന്ന് അടിച്ചെടുക്കുക. അത് പിന്നെ എളുപ്പം അടിയുന്നുണ്ടാവുമല്ലോ, പൊടിയല്ലേ. എന്നാലും മിക്സിയിലുണ്ട് അടിച്ചുമ്പോൾ നല്ലോണം യോജിക്കും. അങ്ങനെ ഇതും കൂടി അടിച്ചിട്ടേ നമുക്ക് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങൻ്റെ കൂട്ടിൽ ഒഴിച്ചിട്ടേ അത് നല്ലോണം ഒന്ന് ഇളക്കട്ടോ. ഒരു കയ്യിലെടുത്തിട്ട് വിസ്കോ കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ നല്ലോണം യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോൾ നിങ്ങൾ മധുരമൊക്കെ നോക്കിക്കോളി കേട്ടോ. പഞ്ചസാര കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തോളി കേട്ടോ. ഞാൻ അടുപ്പത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടേ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് തള വരുവോളം കൈ എടുക്കാതെ ഇളക്കണം. പിന്നെ ഒന്ന് ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിയിട്ട് നല്ലോണം തള വന്നാൽ ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് വറ്റോളം ഇളക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം വെന്ത് വറ്റി വരണം. അടി കരിയാതെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് നല്ലോണം അങ്ങോട്ട് വറ്റി വന്നിട്ട് അത് നല്ലോണം വെന്തിട്ട് നല്ലൊരു ടൈറ്റായിട്ട് വരും കേട്ടോ. വെന്തിട്ട് അതിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് ഒരു കേക്കിൻ്റെ ടിന്നിലേക്കാണ് ഞാൻ മാറ്റുന്നത്. നിങ്ങൾ ഗ്ലാസിൻ്റെ ബൗൾക്ക് വേണമെങ്കിൽ അതിലേക്ക് മാറ്റിക്കോളി. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ മാങ്ങയുടെ കൂട്ടൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് തീയൊക്കെ ഓഫാക്കിയിട്ട് 2 സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഇങ്ങനെ വറ്റി വരണം. അങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ഈ കുറുകൽ വരണം കേട്ടോ. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ് പുഡിങ്ങിൻ്റെ.
ഇതിലേറെ നമ്മൾ വറ്റിച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഇളക്കിയിട്ടേ നമുക്കിതൊന്ന് ഒരു കേക്കിൻ്റെ ടിന്നിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേറെ ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഏതിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ചൂട് കൊടുക്കാനോ ഒഴിച്ചാൻ പറ്റുന്ന പാത്രമാവണം, അല്ലെങ്കിൽ ഉരുകിപ്പോവും. കുറച്ച് ചൂട് കൊടുക്കാനോ ഒഴിച്ച് വെക്കണം, അപ്പോഴുള്ളൂ ഈ ബിസ്ക്കറ്റിക്കൊക്കെ അത് പിടിക്കുക. ഞാനിപ്പോൾ ബിസ്ക്കറ്റാണ് വെക്കണത്, ഈ പിന്നെ ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റാണ് വെക്കണത്. നിങ്ങൾ ആലോ റൂട്ടോ വേറെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെക്കട്ടോ. ഒരു നെയ്യ് തടവിയിട്ടേ കേക്കിൻ്റെ ബൗളിൽ കുറച്ച് നെയ്യ് തടവുക. എന്നിട്ട് അതിലിങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. അങ്ങനെ നിരത്തി വെച്ചിട്ട് ഗ്യാപ്പില്ലാതെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. ഇടയിലൊക്കെ ആണെങ്കിൽ പൊട്ടിച്ചിട്ടാൽ മതി. ഇനി നമുക്ക് ആ ചൂട് കൊടുക്കാൻ തന്നെ നമ്മളെ മാങ്ങൻ്റെ കൂട്ട് തീക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോഴാണ് ഈ ബിസ്ക്കറ്റിൽ ഇതൊന്ന് നല്ലോണം പിടിക്കുള്ളൂ. നമുക്ക് മാങ്ങൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുത്താലോ. എല്ലാ ഗ്യാപ്പും അതിൻ്റെ എല്ലാ ഗ്യാപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഗ്യാപ്പൊക്കെ അടഞ്ഞിട്ട് നിരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കയ്യിലുകൊണ്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എല്ലായിടത്തും കൂടി ആക്കിയിട്ടേ നമുക്ക് മേലെ ഒരു വരിയും കൂടിയും വെക്കാം. നമുക്ക് മുകളിൽ ബിസ്ക്കറ്റ് ഒരു വരി ബിസ്ക്കറ്റ് കൂടി വെക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വരിയും കൂടി ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ 2 ലെയറാവും. അപ്പോൾ എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ. കുറേ ഉണ്ടാക്കണ്ടേ, കുറേ മാങ്ങേറ്റൊക്കെ ഉണ്ടാക്കണേ നിങ്ങൾ വലിയ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചോളി. ഗ്ലാസ്സിലും പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരു ബിസ്ക്കറ്റ് ഒരു തുണിയും പരത്തി കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി അങ്ങനെ നമുക്ക് സെറ്റാക്കി വെക്കട്ടോ. ഏറ്റവും മുകളിൽ നമുക്ക് നട്ട്സും എന്തൊക്കെ ഇടാമെന്ന് വെച്ചാൽ ബദാം പരിപ്പോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 മാങ്ങ കൊണ്ടിട്ടാക്കണം. കുറേ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ ഉണ്ടാക്കട്ടോ. ഇത് 2 മാങ്ങയ്ക്കുള്ള കൂട്ടാണ് ഞാനീ പറഞ്ഞു തന്നത്. നമുക്ക് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും കുറച്ച് ബിസ്ക്കറ്റും മാങ്ങ ചെറുതായി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കട്ടോ. ഇതൊന്ന് നല്ലോണം തട്ടി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളയണം. അതിപ്പോൾ ഞാൻ കളഞ്ഞ ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങളിത് കൂട്ടൊഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബബിൾസൊക്കെ നല്ലോണം കളഞ്ഞിട്ട് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോകും. ഇത് നല്ലോണം തണുത്തിട്ട് ഞാൻ ഓയിൽ പേപ്പറായിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ ഇട്ടിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ നല്ല കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. വളരെ ടേസ്റ്റിയായ നമ്മളെ മാമ്പഴ പുഡിങ് റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചാലോ. നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടേ സെറ്റ് ചെയ്തെടുക്കാം. 4 മണിക്കൂർ സെറ്റ് ചെയ്യണം കേട്ടോ. നല്ലോണം തണുത്ത ശേഷം കേട്ടോ ഈ ബോയിൽ പേപ്പറൊക്കെ വെക്കേണ്ടത്. ഞാനപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടൊരു ഫാനിൻ്റെ തൊട്ട് കൊണ്ടുവച്ച് നല്ലോണം തണുത്തിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. നമുക്കൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ.
റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ടേ ഇങ്ങനെ ഒന്ന് കമഴ്ത്തട്ടോ. ആദ്യം 4 പുറം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം കമഴ്ത്താൻ കേട്ടോ. തട്ടി കൊടുത്താൽ ഇങ്ങോട്ട് കമഴ്ത്തിയാൽ മതി, നല്ല സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഗെയ്സ് നമ്മളെ മാമ്പഴ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും. ഇനി നമുക്ക് ഒന്നുകൂടി മറിച്ചിടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഭാഗം കാണാൻ പറ്റും. അതിൻ്റെ അടിഭാഗമാണ്. നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്നുകൂടി മറിച്ചിടാം. അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ കമൻസൊക്കെ അറിയിക്കൊണ്ടു. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.